പാലക്കാട് മലമ്പുഴ ഉദ്യാന നവീകരണം അനന്തമായി നീളുന്നതിൽ പ്രതിഷേധിച്ച് കാട് കയറിയ ഉദ്യാനത്തിലേക്ക് പശുവുമായി BJP മാർച്ച് നടത്തുകയാണ്. തത്സമയം സുരേഷ് തീർച്ചയായിട്ടും പാലക്കാട് മലമ്പുഴ ഉദ്യാന നവീകരണം അത് 11 മാസം മുൻപാണ് ആരംഭിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് 75 കോടിയിലേറെ രൂപ ഈ ഉദ്യാനത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിക്കുകയായിരുന്നു. തുടർന്ന് സംസ്ഥാന സർക്കാർ ഈ ഉദ്യാന നവീകരണത്തിൻ്റെ ചുമതല ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഏൽപ്പിച്ച് സമയത്ത് 3 മാസത്തിനകം ഉദ്യാനം നവീകരിച്ച് ജനങ്ങൾക്ക് സമർപ്പിക്കുമെന്നുള്ളൊരു ഉറപ്പായിരുന്നു നൽകിയത്. പക്ഷേ ഇതിപ്പോൾ ഏകദേശം അടുത്ത മാസത്തേക്ക് 1 വർഷം ആവുകയാണ് ഈ ഉദ്യാനം അടച്ചിട്ടിട്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഉദ്യാനം കാട് കയറി കിടക്കുന്ന സ്ഥിതിയാണ്. എല്ലായിടത്തും ഉദ്യാനത്തിൻ്റെ എല്ലാ ഭാഗത്തും കാട് കയറിയ സ്ഥിതിയാണ്. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഉദ്യാനമാണ് മലമ്പുഴ ഡാമിൻ്റെ ഉദ്യാനം എന്നുള്ളത്. ആ ഉദ്യാനം ഇത്തരത്തിൽ വലിയ രീതിയിൽ കാട് കയറി കിടക്കുന്നു. പശുക്കളെയും മറ്റുമൊക്കെ മേഞ്ഞു നടക്കുന്ന തരത്തിലായിരിക്കുന്നു. ഇവിടെയൊക്കെ ധാരാളം പൂക്കളും മറ്റുമൊക്കെ ആയിട്ട് വളരെ മനോഹരമായിരുന്നു ഈ കേരളത്തിൻ്റെ വൃന്ദാവനമായിട്ടുള്ള മലമ്പുഴ ഉദ്യാനം. ആ മലമ്പുഴ ഉദ്യാനത്തിന് കൃത്യമായിട്ട് ഈ ഒരു നടപടി ഉണ്ടായില്ല, അത് നവീകരിക്കുന്നതിന് നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ BJP ഈ ഉദ്യാനത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. പശുവുമായിട്ടും അതുപോലെ പുല്ല് അരിയുന്നതിന് കുട്ടയും മറ്റുമൊക്കെ എടുത്തുകൊണ്ടുള്ളൊരു പ്രതിഷേധ മാർച്ചാണ് BJP ഇപ്പോൾ ഈ ഉദ്യാനത്തിലേക്ക് നടത്തുന്നത്. കേരളത്തിന്റെ വൃന്ദാവനമായിട്ടുള്ള മലമ്പുഴയെ തകർക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം. BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ ചേരുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഉദ്യാനത്തിലേക്ക് പശുവുമായിട്ടും ഒക്കെ വ്യത്യസ്തമായിട്ടൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്? കാരണം 1 വർഷമാകാറായി ഈ ഉദ്യാനം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. കേന്ദ്ര ഗവൺമെന്റ് സ്വദേശ് ദർശൻ 2.0 ഈ മലമ്പുഴ ഗാർഡന്റെ നവീകരണത്തിന് കേരളത്തിലെ മറ്റു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കൊപ്പം ഏകദേശം 460 കോടി രൂപ അന്ന് കേന്ദ്രം അനുവദിച്ചതിൽ 75.87 കോടി രൂപ മലമ്പുഴയ്ക്കാണ്. 1 വർഷമായിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 15-ാം തീയതിയോടുകൂടിയിട്ടാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കായിട്ട് ഗാർഡൻ അടയ്ക്കുന്നത്. ഇന്ന് 1 വർഷം തികയാൻ പോവുകയാണ്. ഈ സെപ്റ്റംബർ വന്നാൽ 1 വർഷം തികയാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് പ്രവേശന ടിക്കറ്റിന്റെ പേരിൽ മലമ്പുഴയ്ക്ക് ലഭിക്കുകയായിരുന്ന വരുമാനം നിലച്ചത്. ഇവിടുത്തെ 100 കണക്കിന് തൊഴിലാളികളുടെ അവർക്ക് തൊഴിലില്ലാതായിരിക്കുകയാണ്. ഈ പരിസരത്ത് ഇതിനെ ആശ്രയിച്ച് കഴിഞ്ഞ 6-7 പതിറ്റാണ്ടായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ചെറുകിട വ്യാപാരികളുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, ഈ പ്രദേശത്തെ ജനങ്ങളുണ്ട്. അവരുടെ എല്ലാം അന്നം മുട്ടിയിരിക്കുകയാണ്. നവീകരണ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇപ്പോൾ MLA പറയുന്ന ന്യായം ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഒരു ടെക്നിക്കൽ സാങ്ഷനും അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ പോലും ഇല്ലാതെയാണോ കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ഇവിടെ പ്രവൃത്തി നടന്നിട്ടുണ്ടെങ്കിൽ ഇതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം വേണം. കാരണം വ്യക്തമായിട്ടുള്ള TS-ഉം AS-ഉം ഇല്ലാതെ ഒരു കരാറ്, ഒരു പ്രവൃത്തി ഏതെങ്കിലും ഏജൻസി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വൻ അഴിമതിയുണ്ട്. DPR തയ്യാറാക്കിയത് മുൻ ടൂറിസം വകുപ്പ് മന്ത്രിയുടെ ഇഷ്ടക്കാരാണ്. DPR അശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കരാറെടുത്ത് പ്രവർത്തിക്കുന്നത് CPM-ന്റെ സഹയാത്രികരായിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അപ്പോൾ എല്ലാം അറിഞ്ഞ് MLA-യുടെ പരിപൂർണമായിട്ടുള്ള സമ്മതത്തോടുകൂടി MLA-യുടെ അറിവോട് കൂടിയിട്ടാണ് ഇവിടെ DPR തയ്യാറാക്കിയിട്ടുള്ളത്, ഇവിടെ കരാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ 1-ാം പ്രതി MLA ആണ്. ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം MLA-ക്കാണ്. 3 മാസമായി UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 3 മാസക്കാലമായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടുള്ള മലമ്പുഴ കേന്ദ്ര ഗവൺമെൻറ് 100% പൈസ കൊടുത്തിട്ട് പോലും അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി സംബന്ധിച്ച് അന്വേഷിക്കാൻ ടൂറിസം വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്വം UDF-നുണ്ട്. UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒത്തുകളിയാണ് ഇവിടെ നടക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു ഉദ്യാന നവീകരണത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നുൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP ഇപ്പോൾ പ്രതിഷേധ മാർച്ച്, ഈ പശുവുമായിട്ടൊക്കെ പ്രതിഷേധ മാർച്ച് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതുപോലെ തന്നെ മലമ്പുഴ ആക്ഷൻ കൗൺസിലും ഒക്കെ ഇവിടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രധാനമായിട്ടും കഴിഞ്ഞ 1 വർഷമായിട്ട് ഇങ്ങനെ മലമ്പുഴ ഉദ്യാനം അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ തൊഴിലില്ല എന്നുള്ളതായിരുന്നു ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികളാണെങ്കിലും അതല്ലെങ്കിൽ വ്യാപാരി വ്യവസായികളാണെങ്കിലും ഒക്കെ പരാതിയായി പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ മലമ്പുഴ ആക്ഷൻ കൗൺസിൽ ഈ ഒരു സംസ്ഥാനത്തെ തന്നെ പ്രധാന വരുമാന മാർഗവും കൂടെയാണ് ഈ മലമ്പുഴയിലെ ഈ വിനോദസഞ്ചാര മേഖല. അതിനെ പൂർണ്ണമായും തകർക്കുന്ന നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം. ഇപ്പോൾ ഏതായാലും BJP-യും പ്രത്യക്ഷത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായിട്ട് ഈ വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. ഓണക്കാലമാണ്. ഓണക്കാലത്ത് പോലും മലമ്പുഴ ഉദ്യാനം ഇങ്ങനെ കാട് കയറി നശിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്.